നമുക്കെന്നാല് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തില്, അതായത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്റുണ്ട്. ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്റ് ഏതാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ആദം നബി അലൈഹി സ്വലാം ആദ്യം പറഞ്ഞ വാക്കു അതാ. എന്താണെന്നറിയോ? അൽഹംദുലില്ലാ എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട എന്താണ്? അൽഹംദുലില്ലാ അല്ലേ? നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. ഒരു മനുഷ്യൻ ഉണർന്നാ ഉടനെ പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാ എന്നല്ലയോ? ഫാത്തിഹ തുടങ്ങുന്ന എന്തുകൊണ്ടാ? അൽഹംദുലില്ലാ അല്ലേ? പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്ന എന്തുകൊണ്ടാ? അൽഹംദുലില്ലാ. എന്ത് കണ്ടാലും, എന്ത് നന്മ കണ്ടാലും നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും പറയണം അൽഹംദുലില്ലാ. പറയണ്ടേ അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, ഉമ്മയെ കണ്ടു, നമ്മൾ മനസ്സുകൊണ്ട് എന്ത് പറയണം? വാപ്പയെ കണ്ടു എന്തു പറയണം? ഉസ്താദിനെ കണ്ടു എന്തു പറയണം? നമ്മുടെ വീട് കണ്ടു എന്തു പറയണം? നമ്മുടെ മദ്രസ കണ്ടു എന്തു പറയണം? അൽഹംദുലില്ലാ പറയണം അല്ലേ? നമ്മൾ ആദ്യം പറയേണ്ടത് എന്തിനാണെന്നറിയോ? നന്ദി പറയേണ്ടത്. മുസ്ലിമായി പിറന്നു അൽഹംദുലില്ലാ. എന്താ പറയേണ്ടത്? മുസ്ലിമായി പിറന്നു അൽഹംദുലില്ലാ. മുത്തുനബിന്റെ ഉമ്മത്തായി അൽഹംദുലില്ലാ. ആരുടെ ഉമ്മത്തായി? മുത്തുനബിയുടെ ഉമ്മത്തായി. ചെറിയ കാര്യമാണോ അല്ലേ? അപ്പൊ അള്ളാഹുവിനെ നമ്മൾ വളരെ ഇഷ്ടപ്പെടണം, മുത്തുനബിയെ ഇഷ്ടപ്പെടണം. നമ്മൾ കാണുന്ന എല്ലാ സന്തോഷത്തിലും അള്ളാഹുവിലേക്ക് ഒരു കണക്ഷൻ എന്തുകൊണ്ടാ? അൽഹംദുലില്ലാ ഉണ്ട്. എന്തുകൊണ്ടാ? സ്വർഗത്തിൽ കിടന്നാലും ആദ്യമായി പറയുന്ന വാക്കെന്താ? എന്താ പറയുന്നത്? അൽഹംദുലില്ലാ അല്ലേ? നമ്മൾ ഹംദ് എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. റുകൂഇലോട്ട് പോകും, സുബ്ഹാന റബ്ബിയൽ അലീം വബി ഹംദി. ഹംദ് വന്നില്ലയോ? സുജൂദിലും ഹംദുണ്ട്. എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅല. ഹംദ് വന്നില്ലയോ അല്ലേ? അപ്പൊ നിസ്കരിക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വരാൻ പാടില്ല. ഉണ്ടോ? ഇല്ല. അല്ലാഹയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു നോക്കെ. 5 നേരം അതോർത്തില്ലേ നഷ്ടം എന്ന് പാടിയേ. അല്ലാഹയാണ് എനിക്കിഷ്ടം, 5 നേരം അതോർത്തില്ലേ നഷ്ടം. മുത്തുനബിയോടാണ് എൻ്റെ ഇഷ്ടം. ആരോടാ ഇഷ്ടം? മുത്തുനബിയോടാണ് എൻ്റെ ഇഷ്ടം. മുത്തിൻ നന്മകളാണ് എൻ്റെ സർവം. അപ്പൊ മുത്തുനബിയുടെ പ്രവർത്തനങ്ങളും ആ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങളും നബി എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടണോ വേണ്ടേ? വേണം. അപ്പൊ നമ്മൾക്ക് ഒരു മനുഷ്യൻ ഉണർന്നാൽ ഉടനെ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അൽഹംദുലില്ലാ പറയണം. അതെന്തിനാ നമ്മൾ പറയുന്നത്? ഇബ്ലീസ് ഒരു മനുഷ്യൻ ഉറങ്ങിയാൽ ഉടനെ 3 കെട്ട് കെട്ടുവന്. എത്ര കെട്ട് കെട്ടും? 1ാമത്തെ കെട്ട് കിട്ടുന്നത് എങ്ങനാ? അവൻ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ 1ാമത്തെ കെട്ട് കിട്ടും. ഇബ്ലീസിന്റെ കെട്ട് പൊട്ടിക്കുന്നത് എന്തുകൊണ്ടാ? 2ാമത്തെ കെട്ട് പൊട്ടിക്കുന്നത് എന്തുകൊണ്ടാ? ഒളു ചെയ്യുമ്പോൾ പൊട്ടും. 3ാമത്തെ കെട്ട് പൊട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? നിസ്കാരത്തില് അല്ലാഹു അക്ബർ എന്ന് കൈയേറ്റുമ്പോൾ അല്ലേ? ആരാ? ഏത് മോനാ? മോനല്ലേ പറയുന്നത്? മാഷാ അല്ലാഹ്, മിടുക്കനാ. അത് ഓർത്ത് വെച്ച് പറഞ്ഞു. അങ്ങനെ ചെയ്യണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ എന്ത് വേണം? 3 പ്രവർത്തനം നമ്മുടെ വേണം അല്ലേ? അപ്പൊ നമുക്ക് മുത്തുനബിയുടെ ഒരു സുന്നത്തിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഒരു സുന്നത്തെന്ന് പറയാൻ ഏതാണെന്നറിയോ? നമ്മൾ ഇന്ന് വന്നതിന്റെ പേരിൽ ആ ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ പാട്ട് പാടുന്നത് എന്തിനാണെന്നറിയോ? പാട്ടിലൂടെ പഠിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കവിയല്ല തിരുനബി എങ്കിലും പാട്ടിഷ്ടമാ, അത് ധാർമ്മിക ചുവയില്ല എങ്കിൽ അനിഷ്ടമാ. ചില സമയമിൽ പാടുന്നതാ നബിയുള്ള, കവിയല്ല കവിതാലാപനം പണിയല്ല. അപാലവൃദ്ധം താല പാടുന്നേ, അത് കേട്ടു തിരുനബി കോൾമയിൽ കൊള്ളുന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു ചെന്നപ്പം എങ്ങനെയാ സ്വീകരിച്ചത്? പാട്ടുപാടിയാ സ്വീകരിച്ചത്. ഏത് പാട്ട്?
തലാൽ ബദ്രു എന്ന് പറയുന്ന ബെയ്ത്ത് അല്ലേ, അത് ചൊല്ലിയാണ് ആരെ സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ലോണം സ്വീകരിച്ചവരാരാ?